ദൈവത്തിൻ്റെ വചനം നമുക്ക് അറിയാം. 33-ാം അധ്യായത്തിനകത്തുള്ള ഒരു പ്രാർത്ഥന, മോശ പ്രാർത്ഥിച്ച ഒരു വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു വെളിപ്പാടാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, മോശ ഒരു വാഗ്ദത്തമുള്ള സന്തതിയായി ജനിക്കുകയാണ്. ഈ ജനിച്ച സമയം ശരിയല്ല. ഹല്ലേലൂയ. ഈ വാഗ്ദത്തമുള്ളവരെ നമുക്ക് എങ്ങനെ അറിയാമെന്ന് അറിയാമോ? നിന്റെ മേലൊരു ശക്തമായ വിളിയുണ്ട്. നീ ഒരു വലിയ വാഗ്ദത്തമുള്ളവനാണ്. നിന്റെ അകത്ത് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ള ചിലരുണ്ട്. അങ്ങനെയുള്ളവർ ഒന്നുകിൽ അവരുടെ ജനനത്തിൽ ഗർഭപാത്രത്തിൽ വെച്ച് അറ്റാക്ക് ചെയ്യപ്പെടും. 2, ജനിച്ചതിന് ശേഷം അവരുടെ ലൈഫിൽ മരണവുമായി കണക്ട് ചെയ്ത് പല മേഖലകൾ വരാൻ വഴിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1, ജനിക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയുള്ള ജനനമായിരിക്കാം. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊല്ലപ്പെടാൻ, ഞെരുക്കപ്പെടാൻ, തകർക്കപ്പെടാൻ പിശാചിട്ട ചില പദ്ധതികൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകാം. അതല്ലെങ്കിൽ ജനനത്തിന് ശേഷം ചെറിയ പ്രായത്തിൽ തന്നെ രോഗത്താലോ ഭാരത്താലോ പല വിഷയങ്ങളിൽ മരണപ്പെടാനുള്ള മരണദൂതന്മാർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ആ കുഞ്ഞിനോട് ചില പോരാട്ടങ്ങൾ വരാൻ വഴിയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ ദൈവവിളി ഉള്ളവൻ്റെ ഒരു പ്രത്യേകതയാണ്. വാഗ്ദത്തമുള്ള ജനിക്കുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം കണ്ട ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവനെ ജനനത്തിൽ കൊല്ലാൻ നോക്കും, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം കൊല്ലാൻ നോക്കും. അങ്ങനെ ഇന്ന് പകൽ ഇതിനകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ദൈവം പറയണം, നിന്നെ മരണത്തിൻ്റെ ശക്തികൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാതെ വണ്ണം, പ്രൈസ് ദി ലോർഡ്, നീ ഇന്ന് ജീവനോടുകൂടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് നിന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻ നിയമിക്കപ്പെട്ടു, നീ തിരഞ്ഞെടുക്കപ്പെട്ടു, നീ അപ്പോസ്തലനായി, പ്രവാചകനായി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. യിരെമ്യാവേ, ഞാൻ നിന്നെ ദൈവത്തിന്റെ പ്രവാചകനായി ജനിക്കുന്നതിന് മുമ്പേ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. വാഗ്ദത്തമുള്ളവനെ യേശുക്രിസ്തു ജനിച്ചപ്പോഴും ഒരു മരണവും വെല്ലുവിളിയും അപ്പനും അമ്മയ്ക്കും പിള്ളയെടുത്തോണ്ട് ഓടേണ്ടി വന്നു. ഹല്ലേലൂയ. നാട് വിട്ടു പോക്ക്, മാറ്റം, തളർച്ച, തകർച്ച. എൻ്റെ അമ്മ ജനിച്ചത് 7ാമതെങ്ങാനും ആണ്, 8 വരെ 9 വരെ അവരുടെ ഫാമിലി. എൻ്റെ അമ്മ ജനിച്ചപ്പോൾ ബാങ്കോടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ കുതിരയും അതും ഇതൊക്കെ ഉള്ള ഭയങ്കര ഒരു കുടുംബത്തിനകത്ത്, കുറുപ്പന്മാരുടെ ഫാമിലിക്കകത്ത് 7ാമതായിട്ട് ജനിച്ചതാണ് എൻ്റെ മാതാവ്. അപ്പം 7ാമത്തെ പെണ്ണ് നടക്കല്ല് ഊരുമെന്നത് പറഞ്ഞുകൊണ്ട് അമ്മ ജനിച്ചത് നടക്കല്ല് ഊരി അവിടെ നിന്ന് പോയി വേറെ സ്ഥലത്ത്. അപ്പോഴ് അമ്മ ഒരു സ്പെഷ്യലായിരുന്നു. പ്രൈസ്, കുഞ്ഞുനാളിലെ ഒരു സ്പെഷ്യലായിരുന്നു. ഇത്രയും പേരുണ്ട്. നിരീശ്വരവാദികളുടെ കുടുംബത്തിനകത്ത് ജനിച്ച എൻ്റെ മാതാവ്, പ്രൈസ് ദി ലോർഡ്, പിൽക്കാലങ്ങളിൽ എൻ്റെ ദൈവം അവരെ കർത്താവിൻ്റെ ദാസിയായി തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നിരീശ്വരവാദികളുടെ കുടുംബത്തിലാണ്, ദൈവമില്ല എന്ന് പറയുന്ന വലിയൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിനകത്ത് ദൈവത്തിനില്ലെന്നും ദൈവത്തിലുള്ള വിശ്വാസമില്ലാത്ത, പരസ്യമായി ദൈവം ഇല്ലെന്ന് പറയുന്ന നിരീശ്വരവാദികളുടെ കുടുംബത്തിൽ, കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിനകത്ത് ജനിച്ച മാതാവ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ പോലെയല്ല മാതാവ്. രാപകലില്ലാതെ അമ്പലങ്ങളിൽ കയറി ഇറങ്ങി നിരങ്ങി നടന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ കെട്ടിയത് RSSകാരനെയാണ്. അതുകൊണ്ട് അമ്പലങ്ങളിൽ പോകേണ്ടി വന്നു, ദൈവത്തെ വിളിക്കേണ്ടി വന്നു. അതുപോലൊരു പാർട്ടിയെ കെട്ടിയത്. പ്രൈസ്, ജീവിക്കാൻ അവർ നിവൃത്തിയില്ലാതായപ്പോൾ ദൈവങ്ങളിൽ ആശ്രയിച്ച് ഓടി നടന്നതാ. പക്ഷെ എന്ത് ചെയ്യുന്നറിയാം, അവസാനം ദൈവത്തിന്റെ ഒരു സന്ദർശനമുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു സന്ദർശനമുണ്ടായി. അപ്പൊ വാഗ്ദത്തമുള്ളവനെ ആർക്കും ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. ഒരു സന്ദർശനം ഉണ്ടാകും. മോശ ജനിച്ച് 3 മാസം എന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെച്ചു. ഹല്ലേലൂയ. പറയട്ടെ, വിളിയുള്ളവനെ ഒളിപ്പിക്കാൻ പറ്റത്തില്ല, വിളിയുള്ളവനെ ഒതുക്കാൻ പറ്റത്തില്ല, ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. 3 മാസം ഒളിച്ചു വെക്കാൻ അമ്മയും സഹോദരിയും എല്ലാവരും കൂടെ ചേർന്ന് മോശയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. പക്ഷേ വാഗ്ദത്തവും വിളിയുള്ള ഒരുത്തനെ ആർക്കും ഒരു നാളും ഒതുക്കി വെക്കാൻ പറ്റത്തില്ല, ഒളിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്തെന്നറിയാമോ? അവൻ വെളിയിൽ വന്നേ പറ്റൂ.
അവൻ പുറത്ത് വന്നേ പറ്റൂ. അവനെ നദിയിലോട്ട് ഒഴുക്കി, നൈൽ നദിയിലോട്ട് ഒഴുക്കി, ഒരു ഞാങ്ങണ പെട്ടകമുണ്ടാക്കി, അതിനകത്ത് വാഗ്ദത്തമുള്ളവനെ പെട്ടകത്തിനകത്താക്കി മരണ നദിക്കകത്ത് ഒഴുക്കിയപ്പോൾ ആ മരണ നദിക്ക് പോലും മോശയെ പിടിച്ചു വെക്കാൻ പറ്റിയില്ല. കാരണം വിളിയുള്ളവനെ മരണശക്തികൾക്ക് പിടിച്ചു ഒതുക്കാൻ പറ്റത്തില്ല. ഈ വിളിയുള്ളവനെ അതിന്റെ അകത്തുനിന്ന് എടുത്തുകൊണ്ടുവന്ന് കൊട്ടാരത്തിനകത്ത് എത്ര നാൾ കിടക്കും? വിളിയുള്ളവനാ, വാഗ്ദത്തമുള്ളവനാ. KP യോഹന്നാനെ കുറിച്ച് അങ്ങനെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അമേരിക്കയില് PhD ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് അവിടെ ഏതോ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച് $40,000 ശമ്പളത്തിൽ ഭയങ്കര റോയൽ ലെവലില് കിടന്നപ്പോൾ കൊട്ടാരത്തിനകത്ത് കിടക്കുക. അപ്പോഴാണ് KP യോഹന്നാനോട് ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയാണ്, നീ ഇവിടെ സുഖിച്ച് കിടന്നാൽ മതിയോ? ഇന്ത്യ ആര് സുവിശേഷീകരിക്കും? ഹല്ലേലൂയ. വാഗ്ദത്തവും വിളിയുള്ളവൻ ഏത് കൊട്ടാരത്തിനകത്ത് കിടന്നാലും ഒതുക്കാൻ പറ്റത്തില്ല. കൊട്ടാരങ്ങൾക്ക് ഒതുക്കാൻ പറ്റാത്ത വിളി. കൊട്ടാരത്തിനകത്ത് നിന്ന് മോശയെ പുറത്തു കൊണ്ടുവന്നു. 40 വർഷം ഹല്ലേലൂയ അടുത്ത് മരുഭൂമിയിൽ കൊണ്ടുപോയി. മരുഭൂമിക്ക് മോശയെ 40 വർഷമേ പിടിച്ചു വയ്ക്കാൻ പറ്റിയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ മോശയെ മരുഭൂമിക്ക് ഒതുക്കാൻ പറ്റിയില്ല. അവൻ ഹോരേബിൽ പോയി. ദൈവത്തിന്റെ ഗ്ലോറി അവിടെ ഇറങ്ങി. വിളിയുള്ളവനെ നേരിട്ട് വിളിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന്, തീയായി ഇറങ്ങി വന്ന് ആ മോശയെ വിളിച്ചെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്ന നിന്നോട് ദൈവാത്മാവിൽ ഒരു ദൂത് പറയുന്നു, ഒരു കൊട്ടാരത്തിനും ഒരു മരുഭൂമിക്കും ഒരു കഷ്ടതകൾക്കും ഒരു നിന്ദകൾക്കും ഒരു മരണത്തിനും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. മരുഭൂമിയിലെ കഷ്ടങ്ങളാണ് നിന്റെ ജീവിതത്തിൽ. ഇപ്പൊ മരുഭൂമിയായിരിക്കാം നിന്റെ ജീവിതത്തിൽ. ഒന്നുമല്ല, ശൂന്യമായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു ചെറിയ വടിയുമായിട്ട് ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും ഹോപ്പും നഷ്ടപ്പെട്ട് മരുഭൂമിയുടെ അവസ്ഥയിൽ കിടക്കുന്നവനായിരിക്കാം നീ. പക്ഷേ എന്നും എങ്ങനെ കിടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. കാരണം നീ വിളിയുള്ളവനാണെങ്കിൽ, നീ വാഗ്ദത്തമുള്ളവനാണെങ്കിൽ നിന്റെ ജീവിതം മരുഭൂമിക്കകത്ത് ഒതുങ്ങത്തില്ല, കൊട്ടാരത്തിനകത്ത് ഒതുങ്ങത്തില്ല, നൈൽ നദിക്കകത്ത് ഒതുങ്ങത്തില്ല, ഗുഹകൾക്കകത്ത് ഒതുങ്ങത്തില്ല. നിനക്കൊന്നും ഒളിച്ചു കിടക്കാൻ പറ്റത്തില്ല. നിന്നെ ദൈവം പരസ്യമായി മാനിക്കുന്ന സീസൺ വെളിപ്പെടാൻ പോവുക. ദൈവം നിന്നെ പരസ്യമായി മാനിക്കും. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞിട്ടെ, പരസ്യമായി നിന്നെ മാനിക്കാൻ പോവുക. ഹല്ലേലൂയ. ദൈവം പറയാണ്, പരസ്യമായിട്ട് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക, പരസ്യമായി നിന്നെ നിർത്താൻ പോവുക, പരസ്യമായിട്ട് നിന്നെ ഓണർ ചെയ്യാൻ പോവുക, പരസ്യമായി നിന്നെ മാനിക്കാൻ പോവുക. വിളിയുള്ളവനാണോ, വാഗ്ദത്തമുള്ളവനാണോ, നീ ഒരു സഭയ്ക്കകത്ത് എത്ര നാൾ ഒളിച്ചിരുന്നാലും അവിടെ നിന്ന് നിന്നെ പരസ്യമായി മാനിക്കും, പരസ്യമായി നിന്നെ മാനിക്കും, പരസ്യമായി നിന്നെ ഓണർ ചെയ്യും, പരസ്യമായി നിന്നെ നിർത്തും. നിന്റെ തല കുനിച്ചിരിക്കുന്ന നിന്റെ തലയെ ദൈവം ഈ നാളുകളിൽ തല ഉയർത്തി നോക്കാൻ വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അബ്രഹാമിനോട് ദൈവം പറയുക, ലോത്ത് പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കണ്ട, നിന്റെ തല ഉയർത്ത്, നീ നോക്ക്, വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് നീ കാലി ചവിട്ടുന്ന ദേശം മുഴുവനും ഞാൻ നിനക്ക് തരാൻ പോയ. Hallelujah, Jesus. Praise the Lord. Hallelujah. അപ്പൊ വാഗ്ദത്തമുള്ളവന്റെ ജീവിതത്തിൽ വിളിയുള്ളവനാ. ലോത്ത് കൂടെ ഉണ്ടായിരുന്ന അബ്രഹാമിന്റെ കൂടെ. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള അത് ആർക്കാ? അബ്രഹാമിനാ. പ്രൈസ് ദി ലോർഡ്. കൂടെ ആരിറങ്ങി? തേരഹ് ഇറങ്ങി. അപ്പൻ ഇറങ്ങി ചാടി വീണ മോന്റെ കൂടെ പോയി. അപ്പനെ വിളിച്ചില്ല ദൈവം. തേരഹ് വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നവനാ. വിളിച്ചത് അബ്രഹാമിനെയാ. ഹല്ലേലൂയ. അബ്രഹാം ഇറങ്ങിയപ്പോ അബ്രഹാമിന്റെ കൂടെ വാരിത്തൊത്തി ആരൊക്കെ ഇറങ്ങി? ലോത്തും ഇറങ്ങി, തേരഹും ഇറങ്ങി. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രം ആരെ അനുഗ്രഹിച്ചു? ലോത്തിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. വിളിയുള്ളവന്റെ കൂടെ നീ നിന്നാൽ നീ പോലും അറിയാതെ അനുഗ്രഹിക്കപ്പെടും. നീ പ്രാർത്ഥിക്കണ്ട, നിനക്ക് വിളി വേണ്ട, വാഗ്ദത്തം വേണ്ട, ഒന്നും വേണ്ട.
ഒരു ദൂതനെ നീ കാണണ്ട. പക്ഷെ വിളിയുള്ളവന്റെ കൂടെ നീ നിന്നാൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ പോലെ യാഗം നടത്തിയിട്ടുണ്ടോ ലോത്ത്? അബ്രഹാമിനെ പോലെ ദൈവസന്നിധിയിൽ ദൂതന്മാരെ മാനിക്കുന്നവനാണോ? അല്ല. ലോത്തിന്റെ കണ്ണ് മുഴുവനും ആട്, മാട്, വിടയന്മാര്, സ്ഥലം, നനവുള്ള തോട്ടങ്ങള്, നല്ല മനോഹരമായ സ്ഥലം. അവന്റെ കണ്ണ് മുഴുവനും റിയൽ എസ്റ്റേറ്റ് പരിപാടിയായിരുന്നു. പക്ഷേ കൂടെ ആരെ കൂടെ നിന്നത്? അബ്രഹാമിന്റെ കൂടെ നിന്നത്. അതുകൊണ്ട് ലോത്തിനെ എന്ത് ചെയ്തു? അബ്രഹാമിനെ പോലെ തന്നെ ദൈവം എന്ത് ചെയ്തു? ഇതൊരു ഭയങ്കര സംഭവമാണ്. അബ്രഹാം വാഗ്ദത്തമുള്ളവനാ. അബ്രഹാമിന്റെ കൂടെ ആരൊക്കെ ചേർന്നോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ലോത്ത് അനുഗ്രഹിക്കപ്പെട്ടു, ഹാഗർ അനുഗ്രഹിക്കപ്പെട്ടു, കെതൂറ അനുഗ്രഹിക്കപ്പെട്ടു, സാറ അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാമിന്റെ കൂടെ ചേർന്നുകൊണ്ടാണ് സാറ അനുഗ്രഹിക്കപ്പെട്ടത്. സാറേ 2 രാജാക്കന്മാര് 75 വയസ്സായ അമ്മച്ചിയെ കണ്ട് ലെവല് തെറ്റി 2 രാജാക്കന്മാർ പിടിച്ചോണ്ട് പോയതാ. പക്ഷേ കൊട്ടാരത്തിൽ കൊണ്ട് ചെന്നതും ഒരു ദൈവത്തിന്റെ ശബ്ദം അബിമേലെക്കിനോടും ഫറവനോടും പറയുകയാണ്, എന്റെ അഭിഷിക്തന്റെ ഭാര്യ നീ തൊട്ടാ നിന്റെ കാര്യം തീരും. ആരെ പ്രതിയാ വെറുതെ വിട്ടത്? സാറേ അബ്രഹാമിനെ പ്രതി ദൈവം പറയാണ്, ഇത് പിടിച്ചോണ്ട് വന്ന ആള് വേറെയാണ്, എന്റെ അഭിഷിക്തന്റെ ഭാര്യ. ഇവളെ തൊട്ടാൽ പിന്നെ നിന്റെ വീട്ടിൽ ആരും ഗർഭം ധരിക്കത്തില്ല. ഇവളെ തൊട്ടാൽ നിന്നെ ഞാൻ തട്ടും. ഹല്ലേലൂയ. 2 എണ്ണം കിടുകിട വരച്ചോണ്ട് കൊണ്ടുവന്നാക്കിട്ട് പോയി, ഓടിക്കളഞ്ഞു. എടാ, നീ ഒന്ന് പറയണ്ടേ നിന്റെ ഭാര്യയാണെന്ന്? നീ ദൈവപുരുഷനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, നീ വാഗ്ദത്തമുള്ളവനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തമുള്ളവന്റെ ഏത് വക വസ്തുവക ഭാര്യ തലമുറ ഏതിനെ തൊട്ടാലും എന്റെ ദൈവം വെറുതെ ഇരിക്കത്തില്ല. അവൻ ഇറങ്ങി വരും. ഇത് എന്റേതാണ്, എന്റെ വാഗ്ദത്തമുള്ള അബ്രഹാമിന്റെ ഭാര്യ. ഹല്ലേലൂയ. ലോത്തിനെ തൊട്ടപ്പോഴും അബ്രഹാമിന് ആൾ വന്നു. ദൂതൻ വന്നിട്ട് പറഞ്ഞു, ലോത്തിനെ തട്ടാൻ പോകുന്നു, എന്ത് ചെയ്യണമെന്ന്. അബ്രഹാമിനോട് ചോദിച്ചിട്ടേ തൊടൂ. ഹല്ലേലൂയ. തട്ടണോ പിന്നെ ഇരുത്തണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ദൂതനും വന്നു. നേരെ അവിടെ പോയാ പോരെ? നേരെ സോദോമിൽ പോയാ പോരെ? എന്തിനാ ഈ അബ്രഹാമിനോട് വന്ന് ചോദിക്കുന്നത്? കാരണം കൂടെ നിന്നത് അബ്രഹാമിന്റെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ചോദിക്കുകയാണ് എന്തോ ചെയ്യണം. അബ്രഹാം പറയുകയാണ്, 10 പേരുണ്ടെങ്കിൽ, 50 പേര് 30 പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, 10 പേരുണ്ടെങ്കിൽ നീ അത് നശിപ്പിക്കുമോ? അബ്രഹാമിന്റെ മനസ്സ് കണ്ടോ? തന്നെ വിട്ട് ആടുമാടുകളൊക്കെ കൂടി, ഇടയന്മാർ കൂടിയപ്പോൾ, സമ്പത്ത് കൂടിയപ്പോൾ ആ അഹങ്കാരം നീളം കൊണ്ട് ഇത് അബ്രഹാമിനെ വിട്ടിട്ട് ഓടിക്കളഞ്ഞാ. പക്ഷെ എന്നിട്ടും അബ്രഹാം മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിച്ചു, ഇല്ല, അവരെ നീ ഒന്നും ചെയ്യരുതേ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ കൂടെ നിന്നപ്പോൾ ഒന്നും അവർക്ക് നഷ്ടപ്പെട്ടില്ല. പക്ഷെ അബ്രഹാമിനെ വിട്ടുമാറിയപ്പോൾ ശാപഗ്രസ്തമായ ശപിക്കപ്പെട്ട സോദോം ഗോമോറയ്ക്ക് അകത്തവർ ചെന്ന് അവരുടെ കണ്ണുകൊണ്ട് നോക്കിക്കണ്ട മനോഹര ദേശങ്ങളെ അവരെടുത്തു. പക്ഷെ അത് അഗ്നി ഇറങ്ങി അത് കത്തി നശിക്കാനിടയായി. ആ കുടുംബം മുഴുവനും വലിയൊരു ശാപം പിടിച്ച കുടുംബമായി, മോവാബിയ കുടുംബമായി മാറാനിടയായെങ്കിൽ, എന്നാൽ ഇന്ന് പകല് വാഗ്ദത്തമുള്ള അബ്രഹാമേ, നിന്റെ കൂടെ ആര് നിന്നാലും അവർ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൂടെ ആര് ചേർന്നാലും അവർ അനുഗ്രഹിക്കപ്പെടും. അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കാരണം നിന്നോടൊരു വിളിയുണ്ട്, നീ ഒരു വാഗ്ദത്തമുള്ളവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകല് വാഗ്ദത്തമുള്ളവന്റെ ലോത്ത് പോയപ്പോൾ അബ്രഹാം തല കുനിച്ച് കരഞ്ഞ് നിലവിളിച്ച് വീട്ടിനകത്തിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, അബ്രഹാമേ, നീ തല കുനിച്ചിരിക്കരുത്, നീ എഴുന്നേറ്റ് നോക്കുക, ദേശം ഞാൻ നിനക്ക് തരാൻ പോയ. ലോത്ത് കൂടെ ഉള്ള സമയം വരെ ആരിറങ്ങി വന്നില്ല? ദൈവം ഇറങ്ങി വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ലോത്ത് പോയതും അബ്രഹാം എന്തൊക്കെ പറഞ്ഞാലും ലോത്ത് കസിനാണ്, പോയി ഭയങ്കര വിഷമം, ഭാരം, നിരാശയോടെ കണ്ണുനീരോടെ തലയും കുനിച്ച് കുമ്പിട്ട് വളരെ ഭാരത്തിലിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, തല ഉരിച്ചിരിക്കണ്ട, തല ഉയർത്ത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ താടി പിടിച്ച് ഞാൻ ഉയർത്തിയാട്ടെ. താടി പിടിച്ച് ഉയർത്ത്.
മുകളിലോട്ട് നോക്ക്. ഹല്ലേലൂയ. ഇടത്തോട്ട് നോക്ക്, വലത്തോട്ട് നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു പ്രൊഫറ്റിക്കൽ ആക്ഷനാ. നിനക്ക് നഷ്ടപ്പെട്ട ഇന്നുവരെ നിനക്ക് വസ്തുവില്ല, വീടില്ല, സ്ഥലമില്ല, വീടില്ലെയും സ്ഥലമില്ലാത്ത ചിലരോട് ആത്മാവ് പറയുന്നു, നിനക്ക് സ്വന്തമായി ഇടം തരാൻ പോകുന്നു, നിനക്ക് സ്വന്തമായി സ്ഥലം തരാൻ പോകുന്നു, നിനക്ക് സ്വന്തമായി ഭവനം തരാൻ പോകുന്നു. യെസ്, ഇതൊരു സീസണാണ്. ഈ സീസൺ വാഗ്ദത്തമുള്ളവന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വരുന്ന സീസൺ. തല കുനിച്ചിരിക്കുന്ന നിന്റെ തലയെ ദൈവം നിവർത്തി. ഇടത്തോട്ട്, വലത്തോട്ട്, കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട് നീ നോക്കിക്കോ. നിനക്ക് പ്രോപ്പർട്ടികളെ അവകാശമാക്കി തരാൻ പോകും. നിനക്ക് വസ്തുവകകളെ അവകാശമാക്കി തരാൻ പോകും. ഓ ഹല്ലേലൂയ ജീസസ്. നീ പ്രമാണം എഴുതാൻ പോകുന്നു. നീ അടുത്ത 2024 കേറുമ്പോഴേ പുതിയ പ്രമാണം, പുതിയ സ്ഥലം, പുതിയ വീടുകൾ. വീടില്ലാത്തവന് വീട്, വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഭൂമിയെ അവകാശമാക്കി തരുന്ന ദൈവം, ഭൂമിയെ അവകാശമാക്കി തരുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്ര. ഹല്ലേലൂയ. വാഗ്ദത്തം ഉള്ളവന്റെ അടുക്കലേ ദൈവം ഇറങ്ങി വരൂ. അയാൾ വിട്ടുപോയപ്പോ ദൈവം ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇനിയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത്. നീ എഴുന്നേറ്റ് ചുറ്റും നോക്കുക. പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക്, തെക്ക്, ഇതെല്ലാം അബ്രഹാമേ നീ കാല് ചവിട്ടുന്ന ദേശവും നീ കാണുന്ന സ്ഥലവും ഞാൻ നിനക്ക് KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ സിറ്റി ചർച്ചിന് ട്രിവാൻഡ്രം പട്ടണത്തിന്റെ നടുക്ക് സ്വർഗത്തിലെ ദൈവം ചില പ്രോപ്പർട്ടികളെ ആലയം പണിയാൻ തക്കവണ്ണം സ്വർഗം ആ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പട്ടണം പിടിക്കാൻ പോകുന്നു, പട്ടണം പിടിക്കാൻ പോകുന്നു, പട്ടണം പിടിക്കാൻ പോകുന്നു, പട്ടണം പിടിക്കാൻ പോകുന്നു, പട്ടണങ്ങൾ പിടിക്കാൻ പോകുന്നു. ഓ തിരുവനന്തപുരം പട്ടണം, തിരുവനന്തപുരം ദേശത്തെ ലോകത്തൊരു മനുഷ്യനും കൊടുക്കത്തില്ല. അത് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയവും പുത്തരിക്കണ്ടത്തിനകത്തും സ്റ്റേഡിയങ്ങൾക്ക് ആത്മനിറവിൽ ആരാധിക്കാൻ ഓ കിഴക്ക് നിന്ന്, പടിഞ്ഞാറ് നിന്ന്, വടക്ക് നിന്ന്, തെക്ക് നിന്ന് ജനങ്ങൾ കൂട്ടാൻ കൂട്ടമായി കയറി വന്ന് ഓ ബസ്സുകൾ പിടിച്ച്, ട്രെയിൻ പിടിച്ച്, ഫ്ലൈറ്റ് പിടിച്ച് ജനമെന്ന് ആത്മനിറവിൽ ആരാധിക്കുന്ന ഒരു വലിയ ആരാധനയായി, വലിയൊരു കൂട്ടായ്മയായി ദൈവത്തിന്റെ സഭയെ ആത്മാവ് മാറ്റാൻ പോവുക. ഹല്ലേലൂയ ജീസസ്, ജീസസ്. അത് നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. നിനക്കും അത് സംഭവിക്കാൻ പോകുന്നു. നീ വിശാലമാകാൻ പോകുന്നു. നീ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടുന്നു. നീ വർദ്ധിക്കാൻ പോകുന്നു. നീ പെരുകാൻ പോകുന്നു. നീ പെരുകും, നീ വർദ്ധിക്കും, നീ പെരുകും, നീ വർദ്ധിക്കും, നീ പെരുകും, നീ വർദ്ധിക്കും. ഹല്ലേലൂയ. ഓ നിന്റെ സന്തതി വർദ്ധിക്കും. നീ പെരുകാൻ പോകുന്നു. പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന നോക്കിയാ നീ പെരുകും. തലമുറ ഇല്ലാത്തവര് തലമുറ ഉണ്ടാകാൻ പോകുന്നു. വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടക്കാൻ പോകുന്നു. വീടില്ലാത്തതിന് വീട് ലഭിക്കാൻ പോകുന്നു. പ്രോപ്പർട്ടികൾ ഇല്ലാത്ത വസ്തുവകളെ പ്രമാണം ചെയ്യാൻ പോവുകയാണ്. സ്വർഗം നിന്നെ, നിന്റെ കുടുംബത്തെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കാൻ പോകുന്നു. നീ ഓടി നടന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പോവുക. നിന്റെ സ്ഥിതി മാറും, നിന്റെ സ്ഥലം മാറും, നിന്റെ വീട് മാറും, നിന്റെ ഫുഡ് മാറും, നിന്റെ വസ്ത്രം മാറും. ഇതാ ദൈവം നിന്നെ ഒതുക്കി വെച്ച പിശാചിന്റെ കെട്ടഴിച്ച് നിന്നെ രാജകീയ വസ്ത്രമണിഞ്ഞ് ദൈവം നിന്നെ പുറത്തോട്ട് വരാൻ പോയ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ മോശയെ ആർക്കും ഒരിടത്ത് ഒതുക്കാൻ പറ്റിയില്ല. ഈ ഒതുക്കാൻ പറ്റാത്തില്ല ആർക്കും വാഗ്ദത്തമുള്ളവനെ ഒതുക്കാൻ പറ്റാത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് പൊട്ടിക്കിളിർത്ത് പുറത്ത് വരും. ഹല്ലേലൂയ. ഫെലിസ്ത്യന്മാരെല്ലാം കൂടെ ശിംശോൻ എന്ത് ചെയ്തു? പുതിയ കയറ് കൊണ്ടൊന്ന് കെട്ടി റെഡിയാക്കി ഒതുക്കി കണ്ണും കൊത്തിപ്പൊട്ടിച്ച് ഹല്ലേലൂയ ഇവിടെ കടയടാ, ഡാൻസ് കളിയടാ, നിന്റെ ഡാൻസ് ഒന്ന് കാണട്ടെ, നിന്റെ ഡാൻസ് കാണട്ടെ. കൂത്ത് കാഴ്ച 3000 പേര് സ്റ്റേഡിയത്തിനകത്ത് വളഞ്ഞിരുന്നിട്ട് രാജാവും രാജ്ഞിയും കൂടെ ഉള്ളവനെല്ലാം കൂടെ ഇതാ പണ്ടത്തെ അഭിഷേകമുള്ളവനായിരുന്നു. ഇവിടെ എന്തെല്ലാം പ്രമാണിച്ച് ഇവൻ പോണ വഴിയിൽ അവന് സാക്ഷിയൊന്നും തുറക്കണ്ട. അവൻ എവിടെയെങ്കിലും ഒരു ഡോറ് പിന്നെ തടസ്സമായി കണ്ടാൽ അതിനെ മൂടോടുകൂടി പുഴുതെടുത്തോണ്ട് പോണവനായിരുന്നു. പ്രൈസ്. ഒരു വാതില് കണ്ടാൽ പുള്ളി അതിനെന്ത് ചെയ്യും? വാതിൽ തുറക്കാൻ നിൽക്കൂല, വാതിലോട് കൂടി ഇളക്കി കട്ടളയും ഓടാൻ പോലെ എല്ലാം കൂടെ ഇളക്കി പോകും.
പ്രൈസലോ. കുറുക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് പിടിക്കത്തില്ല, ഉടനെ പിടിച്ച് തീ കത്തിച്ചു വിടും. സിംഹത്തെ കണ്ടാ വിടത്തില്ല, അടിച്ചു കൊന്ന് റെഡിയാക്കി വലിച്ചു കയറിയിട്ട് അങ്ങ് പോകും. തിരിച്ചു വരുമ്പോ തേനെടുത്ത് കുടിക്കും. അതിൽ ഒരു സ്പെഷ്യൽ അഭിഷേകം. ഹല്ലേലൂയ. കാരണം നോക്കിയിരിക്കും ശത്രുവിനെ അടിക്കാൻ. ചുമ്മാ വന്ന ഒരു ഫലസ്തീയ കണ്ണിയൊക്കെ കെട്ടി, ചുമ്മാ കെട്ടിയതല്ല, ദൈവാത്മാവ് പറഞ്ഞ് ചെല്ല് കെട്ട്, അടിച്ചു കൊല്ലാൻ വേണ്ടി ഒരു സെറ്റപ്പ് ശരിയാക്കി തരാം. സ്വന്തം ജനത്തിൽ നിന്ന് കെട്ടാതെ ഫലസ്തീനെ കൊന്നു മുടിക്കാൻ വേണ്ടി ദൈവം അവന്റെ ഹൃദയത്തിനകത്തൊരു തോന്നൽ, നീ സ്വന്തം ജനത്തിൽ നിന്ന് കെട്ടണ്ട. അതാണ് വെളിപ്പാടുള്ളവന്റെ പ്രത്യേകത. നേരെ ചെന്ന് ഫലസ്തീയ കന്യകയിൽ ഒരാളിനെ എടുത്ത് കെട്ടി കുറച്ചു ദിവസം താമസിച്ചിട്ട് പോയതിന് കാരണം തിരിച്ചു വരുമ്പോൾ ഇവളെ ഫലസ്തീന്മാരുടെ സംസ്കാരവും സ്റ്റാൻഡേർഡും അനുസരിച്ച് വേറെ ആൾക്ക് കെട്ടി കൊടുക്കുമെന്ന് ഇവനറിയാം, ദൈവത്തിനും അറിയാം. കാരണം ഉണ്ടെങ്കിലല്ലേ കൊല്ലാൻ പറ്റൂ. ഹല്ലേലൂയ. ചെയ്യുന്നു കാരണം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, വിഷയം ഉണ്ടാക്കി വേറൊരുത്തിന് കൊടുത്തപ്പോൾ തിരിച്ചു വന്ന് എൻ്റെ ഭാര്യയുടെ. ഹല്ലേലൂയ. അമ്മാവിയപ്പം പറഞ്ഞു, ഞങ്ങളുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഭർത്താവ് പോയാൽ സംബന്ധക്കാരെ പായ് കൊടുത്ത് പോയാൽ അടുത്ത ആള് പായും കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അവനങ്ങ് കൊടുക്കും. അങ്ങനെ കൊടുത്തു പോയി. നിന്റെ കൂട്ടുകാരന് കൊടുത്തു. ഇനി നിങ്ങനെയൊക്കെ കൊന്നാൽ ദൈവം എന്നോട് ഒന്നും ചോദിക്കൂല. ഉടനെ തന്നെ എല്ലാത്തിനെയും അടിച്ചങ്ങ് കൊന്നു. ഒരു സ്പെഷ്യൽ അഭിഷേകം. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ പകലൊരു സ്പെഷ്യൽ അഭിഷേകം നിന്നെ തൊടാൻ പോവുക. വേറെ ആർക്കും ഇല്ലാത്തൊരു അഭിഷേകം. എല്ലാവരും രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ട് മറ്റുള്ള സഭകളിൽ പോയി ആരാധിക്കുന്നവന്റെ പുറകെ അവനെ മോട്ടിക്കാൻ നടക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആര് കയറി വന്നാലും കയറ്റി ഇരുത്തി ആരാധിപ്പിച്ച് കണ്ടവൻ പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കി ആത്മാവിൽ ആരാധിപ്പിച്ച് കൈ കൊടുത്ത് തലേ കൈവച്ച് സ്നാനപ്പെടുത്തി രക്ഷിക്കപ്പെടുത്തി സെറ്റപ്പാക്കിയ വിശ്വാസികളെ മോട്ടിച്ചു കൊണ്ടുപോകുന്നവന്മാരിവിടെ ഉള്ളപ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആ ഒരു മോഷണവുമില്ലാതെ ജാതികളെ വെട്ടിപ്പിടിക്കുന്ന ഒരു സ്പെഷ്യൽ അഭിഷേകം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ സഭകളിൽ നിന്ന് ആത്മാക്കളെ മോഷ്ടിക്കുന്ന ആത്മാവല്ല, വ്യത്യസ്തമായി ജാതികളെ നേടുന്ന, ഫലസ്ത്യന്മാരെ നേടുന്ന, അമോന്യരെ നേടുന്ന, ഫറവോന്യ ശക്തികളെ തകർക്കുന്ന, ജാതിക ശക്തികളെ ഉടച്ച് ജാതികളെ രക്ഷിക്കുന്ന ഒരു അഭിഷേകം ദൈവ സഭയ്ക്കകത്ത് ഇന്ന് പകല് റിലീസ്. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല രീതിയിൽ കെട്ടാൻ നോക്കി തകർക്കാം. ഒരു ദിവസം പുതിയ കയറ് ബലമുള്ളതാണെന്ന് ഫലസ്ത്യന്മാര് പിടിച്ച് വലിച്ചു നോക്കി പല രീതിയിൽ കയറിനെ ബലം പരിശോധന നടത്തിയതിന് ശേഷം ആ കയറ് കൊണ്ടുവന്ന് ആരെ കെട്ടി. ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഭിഷേകമില്ലെങ്കിൽ ശിംശം വളരെ പാവ, പക്ഷെ അഭിഷേകം വന്നാൽ സിംഹം പോലെ അലറും. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമല്ലെങ്കിൽ വേറെ നോർമലാ. കെട്ടിയപ്പോൾ നിന്ന് കൊടുത്തു, കെട്ടി. പക്ഷേ അടിക്കാൻ ആക്രമിക്കാൻ ഓടി വന്നപ്പോൾ ശിംശോന്റെ അകത്ത് ദൈവശക്തി വീണ് വീണു. ഒരു നിമിഷം കൊണ്ട് ആ കയറുകളെല്ലാം ചണനൂല് പോലെ കത്തി ചാമ്പലായി അവൻ ചാടി എഴുന്നേറ്റ്, പ്രൈസ് ദി ലോർഡ്, ആ എല്ലാവരും ഉപേക്ഷിച്ച, തള്ളിക്കളഞ്ഞ, ഉപയോഗിച്ച് ദൂരെ കളഞ്ഞ ഒരു കഴുത ചത്ത് നാറിക്കിടന്നത് അവന്റെ അസ്ഥിയെ എടുത്ത്, കഴുതയുടെ അസ്ഥിയെ എടുത്ത് കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് അടിച്ച് കൊന്നതുപോലെ ഇന്ന് പകൽ ചിലരുടെ മേൽ ഒരു വലിയ അഭിഷേകം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശിംശോന്റെ കൈ കിട്ടിയത് അതാ ഒരു കഴുതയുടെ താടിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ താടിയല്ലെന്ന് പറയുന്നതിന് ഒരു കഥയുണ്ട്. ആ താടിയലിനോട് ചോദിച്ചാൽ നീ എങ്ങനെ ഈ താടിയല്ലായെന്ന് ചോദിച്ചാൽ പറയും, ഒരു യജമാനന്റെ കൂടെ ഞാൻ നടന്നതാ, അവൻ എന്നെ എത്രയോ വർഷം ഉപയോഗിച്ചു, എനിക്ക് രോഗം വന്നപ്പോൾ അവൻ എന്നെ വിഷം കൊന്നു. ഇപ്പം ഞാൻ പുഴുത്ത് നാറി അങ്ങ് അറ്റം പറ്റി, ഇപ്പോൾ ആകെ ഉള്ളത് ഈ അസ്ഥിയാ, താടിയല് മാത്രമാ. ഇതും കൂടെ ദ്രവിച്ചാൽ ഇല്ല, ഞാൻ തീർന്നു, മണ്ണിനടിയിലാവും. അപ്പോഴാണ് ശിംശോനെ നീ വന്ന് എന്നെ എടുത്തത്. ഞാൻ ഒരു പ്രയോജനമില്ലാതെ കടന്നവനാ, എല്ലാ രീതിയിലും റിജക്റ്റായി കടന്നതാ, ആരും എന്നെ ഉപയോഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഈ 500,000 പേരെ കൊല്ലാൻ എന്നെയാണല്ലോ ദൈവം ഉപയോഗിച്ചത്.
ഇന്ന് പകൽ ഇതിനകത്ത് വിഷമിച്ച് ഭാരപ്പെട്ട് ആരും എന്നെ ഉപേക്ഷിക്കും, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, ആർക്കും എന്നെ വേണ്ട, എല്ലാവരും എന്നെ റിജക്ട് ചെയ്തു, ഒരു മനുഷ്യന് എന്നെ കൊണ്ടൊരു പ്രയോജനമില്ല, എനിക്ക് തന്നെ എന്നെ നോക്കുമ്പോൾ ഒരു നാണക്കേടാ, ഓ ഞാൻ ഇത്രത്തോളം ഉപയോഗമില്ലാത്ത വ്യക്തിയാണല്ലോ എന്ന് കരുതിയിരിക്കുന്ന നിന്നെ ഇന്ന് ദൈവാത്മാ പറയുക, ദൈവം നിന്നെ തെരഞ്ഞെടുക്കാൻ പോവുക, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുക, നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോവുക. കർത്താവ് പറയാ, നിന്നെയാണ് ദൈവത്തിന് ആവശ്യം. ആർക്കും വേണ്ടാത്ത നിന്നെ, എല്ലാവരും തള്ളിക്കളഞ്ഞ നിന്നെ എന്റെ ദൈവം തന്റെ കരങ്ങളിലെടുത്ത് പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ ജീസസ്. ഇതിനകത്ത് അങ്ങനെയുള്ള ചിലർ ഇരിക്കുകയാണെന്ന് ആത്മാവ് വിളിച്ചു പറയുകയാണ്. സ്വന്തം വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, കൂടപ്പുറപ്പുകൾക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, ആർക്കും വേണ്ടാത്ത നിന്നെ, എൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടാവോ എന്നെ കൊണ്ട് എന്ന് ചിന്തിക്കുകയാണോ നീ? ഹല്ലേലൂയ. എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും? നീ തന്നെ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ, ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം നിനക്കില്ല, ഒന്ന് മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് ആരെല്ലാം മരിക്കുന്നു, കൊറോണ വന്ന് ആരെല്ലാം മരിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ മരിക്കാത്തത്? ദൈവമേ എന്നെ കൊന്നു തരണമേ, ഞാൻ ജീവിച്ചിരുന്നിട്ട് ആർക്കാ പ്രയോജനം? ആർക്കും ഒരു പ്രയോജനം എന്നെ കൊണ്ടില്ലല്ലോ. ദൈവം പറയാ, സഹോദര സഹോദരി, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പറയട്ടെ, ദൈവം ഇന്ന് വരെ എല്ലാം തികഞ്ഞവരെ തിരഞ്ഞെടുത്തിട്ടില്ല. ദൈവം ഇന്ന് വരെ വിശുദ്ധന്മാരെ തിരഞ്ഞെടുത്തിട്ടില്ല. ഇന്ന് വരെ ദൈവം ഭയങ്കര പെർഫെക്റ്റ് ആയവനെ തിരഞ്ഞെടുത്തിട്ടില്ല. നീ തിരഞ്ഞെടുത്തവരൊന്ന് നോക്ക്. കല്യാണ വീട്ടിനകത്ത് അകത്തിരുന്ന പാത്രങ്ങളെ അല്ല ദൈവം തിരഞ്ഞെടുത്തത്, പുറത്തിരുന്ന കൽപാത്രങ്ങളെ. എന്താ ഈ കൽപാത്രത്തിന്റെ പ്രത്യേകത? ഈ കൽപാത്രം എങ്ങനെ ഉണ്ടായത്? ഒരു കല്ലിനെ എടുത്ത് വെട്ടി ഉളിയൊക്കെ വെച്ച് അതിനെ വെട്ടി വെട്ടി കുത്തി 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 അതിനെ വെട്ടി ഒരു പരുവാക്കി അതിൻ്റെ ആ പാത്രമാക്കാൻ വേണ്ടി ആ കല്ലനുഭവിച്ച വേദന എത്രയാ. പക്ഷേ അത് കല്ലായിട്ടും ആർക്കും പ്രയോജനമില്ലാതെ, പാത്രമായിട്ടും പ്രയോജനമില്ലാതെ വെളിയിൽ കിടന്നതിനെയാണ് സ്വർഗത്തിലെ ദൈവം വന്ന് വിലയേറിയ സ്വർഗീയ വീഞ്ഞൊഴിക്കാൻ ദൈവം ആ കൽപാത്രങ്ങളെ തിരഞ്ഞെടുത്തു എങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിന്നെ, വേദനപ്പെട്ട് തകർന്ന ഹൃദയത്തോടെ മരിച്ചാ മതി എന്ന് പറഞ്ഞ നിരാശയും ഭാരവും അനുഭവിച്ചിരിക്കുന്ന നിന്നെ, ഈ ലോകത്തുള്ള മനുഷ്യന്റെ കുത്തുവാക്ക് കേട്ട് 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 വെട്ടും കുത്തുമേറ്റ് ഏറ്റ് ഏറ്റ് നീ ഇന്നൊരു പാത്രമാണ്. പക്ഷെ വേദന നിറഞ്ഞ പാത്രം. നീ വെളി കിടക്കുക, പുറംപറമ്പിൽ കിടക്കുക. പക്ഷെ എന്റെ ദൈവം പറയുക, അങ്ങനെയുള്ള പാത്രങ്ങളെ മാത്രമേ എന്റെ ദൈവം തിരഞ്ഞെടുക്കാറുള്ളൂ. നീ എത്രത്തോളം കുത്തേറ്റവനാണ്, വേദനയേറ്റവനാണ്. ഹന്നയെ കുത്തി 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 വേദനിപ്പിച്ച് വേദനിപ്പിച്ച് വാക്കുകൊണ്ട് വേദനിപ്പിച്ച് വെട്ടേറ്റ് വെട്ടേറ്റ് തകർന്ന് സ്വന്തം ഭർത്താവിനെ ഒഴിച്ച് വീട്ടിനകത്ത് കുത്ത വെളിയിൽ ഇറങ്ങിയ അപമാനം നിന്ന, പക്ഷെ ആ ഹന്നയിൽ നിന്നാണ് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ ദൈവം ഒരു ശമൂവേലിനെ തിരഞ്ഞെടുത്തതെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, സഹോദര സഹോദരി, ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ വേദനയുള്ള, റിജക്റ്റായ, വേദനിക്കുന്ന, അപമാനിക്കപ്പെടുന്ന, ഹല്ലേലൂയ, റിജക്റ്റ് ചെയ്യപ്പെട്ട നിന്നെ, മരിച്ചാ മതിയെന്ന് ചിന്തിച്ച നിന്നെ ദൈവം എന്ന വീഞ്ഞ് വിലയേറിയത്. സ്തോത്രം. ഇതിനകത്ത് അങ്ങനെ പലരും ഇരിപ്പുണ്ട്, വേദനിക്കപ്പെട്ടവർ, റിജക്റ്റ് ചെയ്യപ്പെട്ടവർ. പക്ഷെ പരിശുദ്ധൻ പറയും, അഴുകി പുഴുത്ത് ആർക്കും വേണ്ട ഒരു താടിയല്ലേ. പക്ഷെ അഭിഷിക്തൻ നോക്കിയപ്പോൾ കൈകൊണ്ടെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയതൊന്നും അവിടെ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അഭിഷിക്തൻ കൈനീട്ടി അതിനെ എടുത്തു. ജീവനില്ലാത്തതായ മരിച്ച് അങ്ങറ്റം പതി, അതായത് അനുഭവിച്ച് അനുഭവിച്ച് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിരിക്കും. എന്നെ എടുക്കരുത്, തുടരുതെന്ന് പറയാൻ താടിയലിന് ഇപ്പോൾ സംസാരിക്കാൻ വയ്യ. കാരണം അനുഭവിക്കാമൊന്നുമില്ല, അതുപോലെ അനുഭവിച്ച് മരിച്ചു കിടക്കുക. മരിച്ച നീ നിന്റെ ജഡത്തിൽ ആത്മാവിൽ മരിക്കുമ്പോഴേ നിന്നെ ദൈവം ഉപയോഗിക്കത്തുള്ളൂ. പ്രതികരണ ശേഷി നിനക്കുണ്ടെങ്കിൽ നിന്നെ ദൈവം ഉപയോഗിക്കത്തില്ല. എന്നാൽ നീ മരിച്ചു എന്ന് അറിയുമ്പോൾ നിന്നെ ദൈവം എടുക്കും. നീ കംപ്ലീറ്റ് മരിക്കുമ്പോഴാ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നതാ.
നിന്റെ ജഡത്തിന്റെ മരണം സംഭവിക്കുമ്പോൾ നീ ആത്മാവിനാൽ പ്രയോജനപ്പെടാൻ പോയ. യെസ്, ഹല്ലേലൂയ. എന്തിനാന്നറിയാം ദൈവം നിന്നെ കുത്താൻ വേണ്ടി ഏൽപ്പിക്കുന്നത്, തകർക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്? നിന്നെ എന്തിനാ മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്? ദൈവമാ ശിംശോനെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. എന്തിനെന്നറിയാമോ? ശിംശോന്റെ അകത്ത് നിന്ന് ഇനിയും വലിയ അഭിഷേകം വരാനുണ്ട്. ദൈവം കൊടുത്ത അഭിഷേകം ശിംശോന്റെ അകത്ത് കിടക്കുന്ന എത്ര വലുതാണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ശത്രു ഫെലിസ്ത്യ സൈന്യം ഓടി വന്നപ്പോൾ ഇതാ ദൈവത്തിന്റെ ഗ്ലോറി ശിംശോന്റെ അകത്ത് വ്യാപരിക്കുന്നു. ശിംശോന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. ശിംശോന്റെ കണ്ണുകളെ കുത്തിപ്പൊട്ടിച്ച് ശിംശോനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് സ്റ്റേഡിയത്തിൽ കൊണ്ട് നിർത്തി 2 തൂണുകളിലോട്ട് പിടിച്ചു കെട്ടിയിട്ട് പറഞ്ഞ് ആടടാ, ചാടടാ, ഡാൻസ് ചെയ്യടാ, കളിക്കടാ, ഇനി ഞങ്ങൾ പറയുന്ന നീ കേക്കടാ. പ്രൈസ് ദി ലോർഡ്. ഇനി നിന്റെ അഭിഷേകം എവിടെയാടാ? നിന്റെ ശക്തി എവിടെയാടാ? നീ സിംഹത്തെ കീറിയവനല്ലേടാ? പ്രൈസ് ദി ലോർഡ്. 100 ചോദ്യം. നീ കൊന്നു 2 പറഞ്ഞുകൊണ്ട് 1000 പേരെ കൊന്നവനല്ലേ? എടാ, നിന്റെ പവർ എവിടെ? നിന്റെ ശക്തി എവിടെ? നിന്റെ അഭിഷേകം എവിടെ? നിന്റെ ദൈവം എവിടെ? നീ ജനിച്ചപ്പോഴേ വലിയ അഭിഷിക്തനല്ലേ പറഞ്ഞത്? നിന്റെ അഭിഷേകം എവിടെ എന്ന് പറഞ്ഞപ്പോൾ ശിംശോൻ പറഞ്ഞു, ദൈവമേ, ഒരിക്കൽ കൂടി എനിക്ക് ആ അഭിഷേകത്തെ മടക്കി തരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് പറഞ്ഞു തീർന്നപ്പോൾ ദൈവത്തിന്റെ ഗ്ലോറി ശിംശോന്റെ അകത്ത് ഇറങ്ങി. ഹല്ലേലൂയ. താൻ ഒരൊറ്റ കുനിയല്, ആ ഒരൊറ്റ ഒന്ന് കുനിഞ്ഞപ്പോ തന്നെ 3000 പേരിരുന്ന സ്റ്റേഡിയം തകർന്ന് 3000 പേര് അപ്പോൾ തന്നെ നശിച്ചുവെങ്കിൽ ഇന്ന് പകൽ ഒരു വലിയ അഭിഷേകം, ഒരു ഇരട്ടി ശക്തി, ഒരു ഇരട്ടി പവർ പ്രാപിച്ചോ. ഒരു ഡബിൾ പോർഷൻ പവർ. റിസീവ് ദ പവർ. ചിലരുടെ മേൽ ശത്രുവിനെ തകർക്കാൻ ഒരു അഭിഷേകം. പൈശാചിക മണ്ഡലങ്ങളെ തകർക്കാൻ, പട്ടണങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ, ശത്രുവിനെ തകർക്കാൻ ഒരു അഭിഷേകം. ഡബിൾ പോർഷൻ, ഡബിൾ പോർഷൻ. യെസ്, yes, yes, yes. Hallelujah, Jesus. ഈ അഭിഷേകം കൊണ്ട് നിനക്ക് ജയിക്കാൻ പറ്റത്തില്ല ശത്രുവിനെ. ഇന്ന് വരെ നീ പ്രാപിക്കാത്ത ഒരു ഡബിൾ പോർഷൻ പവർ നിന്റെ അകത്ത് വന്നാലേ ഈ ശത്രുവിനെ തകർക്കാൻ സാധിക്കത്തുള്ളൂ. ദേശത്തെ പിടിക്കണോ, പട്ടണങ്ങളെ പിടിക്കണമോ? ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന ശത്രു നിന്നെ കൊല്ലാൻ പാഞ്ഞെടുക്കുമ്പോൾ അതിനെ ജയിക്കണമെങ്കിൽ ഇന്ന് പകൽ ഈ അഭിഷേകം നിനക്ക് പോരാ. അസാധാരണമായ ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു പാത്രമായി ദൈവം നിന്നെ മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ടാ മോശ പറഞ്ഞത്, കഴിഞ്ഞ നാൾ ഇന്ന് വരെ ഞാൻ നടന്നത് ഹല്ലേലൂയ ഹോരേബിൽ വെച്ച് കണ്ട ദൈവത്തിന്റെ മുൾപ്പടർപ്പിനകത്ത് തീ പോലെ ഇറങ്ങിയപ്പോൾ ഒരു എൻകൗണ്ടർ കണ്ടു, അഭിഷേകം കണ്ടു, ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദൈവജനത്തെ കൊണ്ട് നടക്കുന്നു. ചെങ്കടൽ കണ്ടിട്ട് ഞാൻ വിറച്ചില്ല. 10 ബാധകൾ ഞാൻ അയച്ചു. മന്ത്രവാദികളെ കണ്ട് ഞാൻ ഭയപ്പെട്ടില്ല. പുറകിലൂടെ അറ്റാക്ക് ചെയ്യുമെന്ന ഫറവോന്യ ശക്തികളെ കണ്ട് ഞാൻ ഭയപ്പെട്ടില്ല. കാരണം ബാക്ക് സൈഡിൽ എന്നെ പിന്തുടരുന്ന ശത്രുവിനെ കൊന്നു കുഴിച്ച് മൂടുവാൻ തക്കവണ്ണം ഫ്രണ്ടിൽ നടന്ന ദൂതനെ ബാക്കിലോട്ട് ഇറക്കി ദൈവം എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. മോശയ്ക്ക് ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട്. മോശ പറഞ്ഞു, എന്നെ ഫോളോ ചെയ്തതാ, വിടാതെ ഫോളോ ചെയ്ത ഫറവോൻ. അപ്പൊ നോക്കിയപ്പോ ഫ്രണ്ടിൽ ഇവർക്ക് മുമ്പിൽ വഴി കാണിക്കാൻ നടന്ന ദൂതൻ ഫ്രണ്ടിൽ നിന്നവൻ ബാക്കിൽ വന്നു. മനസ്സിലായോ? എന്താണ്? പുറകിലൂടെ അറ്റാക്ക് ചെയ്യാമെന്ന ശത്രുവിനെ തകർക്കാൻ ഫ്രണ്ടിൽ നിന്ന് ദൂതൻ ബാക്കിൽ വന്നു. എന്തിനാ ദൂത അവിടെ വന്നത്? അതാ ദൈവം വിളിച്ചവന്റെ പ്രത്യേകത. എവിടെ ദൂതനെ ഇറക്കണോ ദൈവത്തിന് അറിയാം. നിന്റെ ഫ്രണ്ടിൽ പോകാനാണെങ്കിൽ ഫ്രണ്ടിൽ ഇറങ്ങും. നിന്റെ ബാക്കിൽ ശത്രു വന്നാൽ ബാക്കിൽ ഇറങ്ങും. നിന്റെ സൈഡിൽ വന്നാൽ സൈഡിൽ ഇറങ്ങും. നിന്റെ ഇടത്ത് വന്നാൽ ഇടത്തിറങ്ങും. മുകളിലൂടെ വന്നാൽ മുകളിലെ വെട്ടി ദൂരക്കളയും.
പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ കരാട്ടയും കുമ്പും കളരിയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ഫ്രണ്ടിൽ വരുന്നവനെ ഹൂയിന്നാക്കാം, ബാക്കിൽ വരുന്നവനെ ആക്കാം. ബാക്കിൽ ചിലപ്പോൾ ബാക്കിൽ നിന്ന് പേട്ടത്തല്ലേ അടി വരും, അതും ചെന്ന് ചാവും ആൾക്കാര്. കല്ലെറിഞ്ഞാൽ നടക്കില്ല, കല്ലെറിഞ്ഞ് കൊല്ലും, അതും ജയിക്കാൻ പറ്റും. ഇതൊന്നും പറ്റില്ല. പക്ഷേ വലിയൊരു കരാട്ടക്കാരൻ എൻ്റെ അടുത്ത് ഒരു ദൈവദാസൻ്റെ ഒരു അങ്ങേരും അഭിഷിക്തൻ. അപ്പം എടാ നീ രക്ഷിക്കപ്പെട്ടോ, നീ സ്നാനപ്പെട്ടാ എന്നൊക്കെ ചോദിച്ച് കളിയാക്കിയപ്പോൾ ഭാഷ പറഞ്ഞു, നീ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്, എനിക്ക് 100 പിള്ളേരോട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാളുടെ ചോദിച്ചു, അപ്പോൾ ഈ ഭാഷ ചോദിച്ചു, നീ ഫ്രണ്ടിൽ നിന്ന് വന്നാൽ എന്ത് ചെയ്യും? ഫ്രണ്ടിൽ വന്നാൽ ഞാൻ കീന്നൊക്കെ ആക്കി ഞാൻ രക്ഷപ്പെടും. ഞാൻ ഒറ്റ വിളി ഹൂ എന്ന് വിളിക്കുമ്പോഴേ അവൻ പേടിക്കും. ഇടത്ത് വലത്ത് ബാക്കിൽ നിന്ന് വന്നാലും ഞാൻ ചവിട്ടും. അപ്പോഴഭിഷേകത്തിന് മോളിൽ നിന്ന് വന്നാലോ? അപ്പോൾ വാ തുറന്നിരിക്കുന്നു. മോളിൽ നിന്ന് വന്നാൽ, മോളിൽ നിന്ന് ഒരു കല്ല് വന്ന് വീണാൽ, മോളിൽ നിന്ന് ദൈവം ഒരു അടി അടിച്ചാൽ നീ എങ്ങനെ എടുക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ മോളിൽ നിന്നും ഇടത്തുനിന്നും വലത്തുനിന്നും ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും വന്നാലും നിന്നെ വിടുവിക്കാൻ സാധിക്കുന്ന ഒരു അഭ്യാസം ഉള്ളത് യേശുവിന്റെ രക്ഷ. ഹല്ലേലൂയ. ഇന്ന് പകല് മുകളിൽ നിന്ന് പിശാച് അറ്റാക്ക് ചെയ്താലും, താഴെ നിന്നും മോളിൽ നിന്നും പാതാളത്തിൽ നിന്നും ഇടത്തിൽ നിന്നും വലത്തു നിന്നും ബാക്കിൽ നിന്ന് വന്നാലും, ഇന്ന് പകൽ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവ അവന്റെ രക്ഷ നിന്റെ മേലുണ്ടെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാ, പുറകിലൂടെ ബാക്കിലൂടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന പാരമ്പര്യ ശക്തികളെ തകർക്കാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോവുക. നിന്നെ വിടാതെ പിന്തുടരുന്ന ചില ശക്തികളെ എന്നേക്കുമായി കുഴിച്ചു മൂടാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂതൻ നിനക്ക് പുറകിൽ ഇറങ്ങാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം. ആ മോശ 33 അധ്യായത്തിൽ പറയുകയാണ്, എല്ലാം ശരിയാ, പക്ഷേ ഞാൻ ഈ ജനത്തെയും കൊണ്ട് അടുത്ത സീസണിലോട്ട് കയറണമെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം. ഹല്ലേലൂയ. മോശ വെളിപ്പാടുള്ളവനാ. മോശയുടെ കൂടെ ഇപ്പൊ എത്ര ജനമുണ്ട്? 10-30 ലക്ഷം ജനമുണ്ട്. ഞാനെന്ന് പറയട്ടെ, നമ്മള് ഒരു 100-200 പേരെ കാണുമ്പോൾ പാഷന്മാര് നിഗളിക്കാൻ തുടങ്ങും. 10 പേര്, 100 പേര്, 200 പേര്, 500 പേര്, 1000 പേര്, 2000 പേരാകുമ്പോഴേ അവർ കോട്ട് സൂട്ട് എല്ലാം ഇട്ട് വലിയ സംഭവമാണെന്ന് പറയും. പക്ഷെ മോശയല്ല, ജനത്തെ കണ്ട് മോശ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യത്തില്ല. മോശയ്ക്കറിയാം മോശ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ മോശയുടെ ഒറ്റയ്ക്കുള്ള ലൈഫിന് അറുതി വരുത്തി മോശയെ രക്ഷിച്ചത് ദൈവമാണ്. മോശയ്ക്കൊരു കാര്യം അറിയാം, രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ആത്മാവ് വന്നതിന് ശേഷം ജനത്തിന്റെ മുമ്പിൽ ചെന്നപ്പോഴും മോശ ആരും ആദ്യം അക്സെപ്റ്റ് ചെയ്തില്ല. ഈ ജനത്തിന് വേണ്ടിയാണ് മോശ കിടന്ന് കഷ്ടപ്പെട്ടത്. പക്ഷേ ചെങ്കടലിന് മുമ്പ് വന്നപ്പോൾ മോശയെ എറിയാൻ ജനം എല്ലാം കൂടെ കല്ലെടുത്തു. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ന്യൂ ഇയറിന് മോശ സീനായി മലയിൽ കയറിപ്പോയതും വിഗ്രഹം ഉടയ്ക്കാൻ പോയതും പിന്നെ മോശ ദൈവത്തോട് സംസാരിച്ചതും താഴെ പരസംഗം ചെയ്തതുമായൊരു നാടകമാണ് അവതരിപ്പിച്ചത് നമ്മൾ ന്യൂ ഇയറിൽ. അതുപോലെ നടന്നതാണ്. ഹല്ലേലൂയ. ഇപ്പൊ നാടകത്തിലുള്ളവരൊന്നും ഇവിടെ ഇല്ല, കാരണം അതുപോലെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തിനകത്ത് മോശ ഇരുന്നു, പക്ഷേ താഴ്വാരത്തിൽ പരസംഗം നടന്നു. എല്ലാത്തിനെയും മോശ ഇറങ്ങി വെട്ടി ദൂരെ കളഞ്ഞു. അതായിരുന്നു നാടകം. നാടകം കറക്റ്റ് സംഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലെ അഭിനയിച്ചവനെ കാണാനില്ല. അവര് മേക്കപ്പ് ഒന്നും ഇടേണ്ട അതില്ലായിരുന്നു, അല്ലാതെ തന്നെ അവരെ കണ്ട് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ മേക്കപ്പ് ഒക്കെ ഇട്ട് അതുപോലെ തന്നെ നടന്ന. കർത്താവിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് നീ ചെയ്യുന്നതെല്ലാത്തിനും വിടുതലാ. ഞാൻ ന്യൂ ഇയറിന് കഴിഞ്ഞ വർഷം ഒരു ദൂത് പറഞ്ഞു, 7-ാം മാസം ചിലതിനെ വെട്ടി ദൂരം കളയുമെന്ന്. ഞാൻ മറന്നു. ഒരു ദൂത് ഒരു പ്രവാചകന്റെ വായിൽ നിന്ന് വന്നാൽ അത് അതുപോലെ നടക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശയ്ക്ക് ഒരു കാര്യം അറിയാം, ഈ
എന്റെ കൂടെ ലക്ഷക്കണക്കിന് ജനം ഉണ്ടെങ്കിലും ഏതു സമയത്തും ഈ ജനം എന്നെ കല്ലെറിയാം, ഏത് സമയത്തും ഈ ജനം എന്നെ വിട്ടുപോകാം, ഏത് സമയത്തും ജനം എന്നെ കൊല്ലാം, ഏത് സമയത്തും ജനം എന്നെ പറ്റിക്കാൻ വഞ്ചിക്കാൻ കാലുവാരാം. പക്ഷേ എന്നെ ഒരു നാളും കൈവിടാത്ത ഒരുവനേ ഉള്ളൂ, അത് നസ്രായനായ യേശു മാത്രം. 30 ലക്ഷം ജനമുള്ള ഒരു ലീഡർ പറയുകയാണ്, ദൈവമേ എനിക്ക് ഈ ജനം വേണ്ട, യുവമാരാരെയും കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് ശക്തിയില്ല, പവറും ഇല്ല, ഞാൻ പറഞ്ഞവന്മാരും കേൾക്കത്തുമില്ല, അനുസരണത്തിന് ഇല്ലാത്തവന്മാരാണ്, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം, അങ്ങന്റെ കൂടെ പോരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എത്ര പേർ ആഗ്രഹിക്കും ദൈവ സാന്നിധ്യം? ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയാണോ? നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ കൊണ്ട് കഴിയാത്തതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മനുഷ്യരെ കൂട്ടുവേണ്ട. ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യത്തെ നീ ചുമന്നാൽ, ദൈവ സാന്നിധ്യത്തിനകത്ത് നീ ഇരുന്നാൽ, നീ അടുത്ത ലീഡറാ. മോശ ദൈവത്തോട് സംസാരിക്കുമ്പോൾ യോശുവ ദൈവത്തിന്റെ കൂടാരം വിട്ടുപിരിയാതെ ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരിക്കുക. മോശ സീനായി മലയിൽ ഇരുന്നപ്പോൾ യോശുവ എവിടെ ഇരുന്നു? താഴെ ഡാൻസ് കളിക്കാൻ പോയില്ല, കൂത്താടാൻ പോയില്ല, ഡാൻസ് കളിക്കാൻ പോയില്ല, വിഗ്രഹം ഉണ്ടാക്കാൻ പോയില്ല, ഞങ്ങൾക്ക് ആരാധിക്കാൻ ദൈവത്തെ വിളിച്ചില്ല. ഒരു പ്രശ്നമില്ല, കാരണം അവൻ അതിനുള്ള സമയമില്ല. മോശ സീനായി മലയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ യോശുവ എവിടെ ഇരിക്കുന്നു? താഴ്വാരത്തിൽ ദൈവത്തിനോട് സംസാരിച്ച് ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്നു, പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്നു. ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്കകത്ത് ആത്മനിറവിൽ ദൈവവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അടുത്ത ലീഡറാ, അടുത്ത ലീഡറാ, അടുത്ത നിയോഗമാ അവന്റെ മേൽ വീഴാൻ പോകുന്നത്. അടുത്ത ലീഡറിന്റെ ക്വാളിറ്റി, അടുത്ത ലീഡറിന്റെ, അടുത്ത അഭിഷിക്തന്റെ ക്വാളിറ്റി. സീനിയർ പാസ്റ്റർ ദൈവ സാന്നിധ്യത്തിനകത്തിരുന്നപ്പോൾ അവൻ കറങ്ങാൻ പോയില്ല, തിന്നാൻ പോയില്ല, മത്സരിക്കാൻ പോയില്ല, അവൻ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുക. ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനാ അടുത്ത ലീഡർ, ആരാധിക്കുന്നവൻ അടുത്ത ലീഡർ. ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്ന യോശുവേ, നീയാണ് അടുത്ത യോർദാൻ വിഭാഗിക്കാൻ പോകുന്നത്, നീയാണ് ദൈവജനത്തിന് അവകാശങ്ങളെ വിഭാഗിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ദൈവം ഒരു താക്കോലുമായി ഇറങ്ങി വരാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മുമ്പിൽ എന്റെ ദൈവം ചില താക്കോലുമായി ഇറങ്ങി വരാൻ പോവുകയാണ്. അന്ത്യകാലത്തിന്റെ ഉണർവിന് വേണ്ടി, അന്ത്യകാല ഉണർവിന് വേണ്ടി, അന്ത്യകാല ഉണർവിന് വേണ്ടി, ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി എന്റെ ദൈവം ചിലരെ ചില താക്കോലുകളുമായി ഇറങ്ങി വരാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ നിങ്ങൾ ചരിത്രം നോക്ക, പ്രാർത്ഥിക്കുന്നവനാ ലീഡേഴ്സ് ആവുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞപ്പോ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചവരുടെ മേലാ ദൈവത്തിന്റെ തീ ഇറങ്ങിയ. പത്രോസ് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നടന്നവനാ. പക്ഷെ തള്ളി പറയാൻ കാരണം എന്താണെന്ന് ദൈവത്തിന് മനസ്സിലായി. സാന്നിധ്യമില്ല, പ്രാർത്ഥനയില്ല, സാന്നിധ്യമില്ല. കാണുന്നത് പറയും, എടുത്തുചാട്ടം എല്ലാം ഉണ്ട്. അപ്പൊ ഈ പുള്ളിയെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവസാനം ദൈവം പറഞ്ഞു, മാളിക മുറിക്കകത്ത് നീ കയറിക്കോ, 10 ദിവസം അവിടെ ഇരുന്നെന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ സ്വഭാവം മാറും, പ്രാർത്ഥിച്ചാൽ നിന്റെ പേഴ്സണാലിറ്റി മാറും, പ്രാർത്ഥിച്ചാൽ നിന്റെ എടുത്തുചാട്ടം മാറും, പ്രാർത്ഥിച്ചാൽ നിന്റെ വെപ്രാളം മാറും, പ്രാർത്ഥിച്ചാൽ വിശ്വാസ വഞ്ചന മാറും, പ്രാർത്ഥിച്ചാൽ യൂണിറ്റി ഉണ്ടാകും, പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവരെ, സഹോദരന്മാരെ സ്നേഹിക്കാൻ പറ്റും, പ്രാർത്ഥിച്ചാൽ വെളിപ്പാട് കാണും, പ്രാർത്ഥിച്ചാൽ പ്രസംഗിക്കാൻ പറ്റും, പ്രാർത്ഥിച്ചാൽ ലീഡറാകാം, പ്രാർത്ഥിച്ചാൽ നീ നേതൃത്വം വഹിക്കും. 8 പ്രാവശ്യം തള്ളി പറഞ്ഞതാ യേശുവിന്. എത്ര പ്രാവശ്യം?
7-8 പ്രാവശ്യം പല രീതികളിൽ കർത്താവിനെ റിജക്റ്റ് ചെയ്ത് ഓടാൻ ശ്രമിച്ചവനാണ്, പല നിലവാരങ്ങളിൽ പലപ്പോഴായിട്ട്. പക്ഷേ ആ പത്രോസിനെ പ്രൈസലോ എന്ത് ചെയ്തു? 3 പ്രാവശ്യം ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അപ്പം തന്നെ പേടിച്ച് അരണ്ട്. ഒരു യൗവനക്കാരൻ വന്ന് ചോദിച്ചാൽ അവിടെയും കർത്താവിനെ, യൗവനക്കാരൻ വന്ന് നീ ധനവാനായ നിത്യതക്കാരൻ എന്ത് ചെയ്യണം, നീ ഉള്ളതെല്ലാം വിൽക്കാൻ പറഞ്ഞു. അപ്പോഴും പത്രോസ് കൊണ്ട് എൻ്റെ കയ്യിൽ ഉള്ളതെല്ലാം വിറ്റിട്ടാണ് വന്നത്, എനിക്ക് എന്ത് കിട്ടും? അപ്പോഴും ഇനി ഒന്നും കിട്ടാൻ പോണില്ല. യേശു പോയപ്പോൾ വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ എത്രയോ പ്രാവശ്യം കർത്താവിനെ വിട്ട് പോയവനാ. പക്ഷേ ഒരിക്കൽ കർത്താവ് വിളിച്ചിട്ട് ആദ്യമായി കണ്ടപ്പോൾ തന്നെ വിളിച്ച്, യോഹന്നാന്റെ മകനായ ശീമോനെ, ഞാൻ നിന്നെ കേഫാവാക്കും, അത് പത്രോസാകുന്നു. ഒറ്റ ദൂത് പറഞ്ഞതാ. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ നീ മാറിയാലും ദൈവം മാറൂല. നീ വിട്ടിട്ട് പോയാലും, നീ പിന്മാറ്റത്തിൽ പോയാലും, നീ പ്രാർത്ഥന അവസാനിപ്പിച്ചാലും, നീ ചൂരച്ചെടിയിലെ കീഴിൽ കിടന്ന് ഉറങ്ങിയാലും, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ പോയാലും, നീ എവിടെ പോയാലും അവസാനം നിന്നെ തേടി വന്ന് നിന്നെ പിന്തുടർന്ന് പിടിച്ച് നിന്നെ എൻ്റെ ദൈവം അഭിഷേകം ചെയ്ത് നിന്നെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്കകത്ത് കയറ്റി നിന്നെ അനുഗ്രഹിച്ച് മാളിക മുറിക്കകത്ത് കയറ്റി ഓടി 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 അവസാനം ദൈവം കാണുമ്പം പുള്ളിക്ക് തുണി പോലുമില്ല. പത്രോസിന് ഉടുക്കാൻ തുണി പോലുമില്ല. മനസ്സിലായോ? അവസാനം യേശു വിളിച്ചപ്പം പത്രോസിന് തുണി ഉണ്ടായിരുന്നോ? ബൈബിൾ വായിച്ചാലല്ലേ അറിയോ? തുണി പോലുമില്ല, നഗ്നനായിരുന്നു. നഗ്നത കാരണം കർത്താവിനെ കാണാൻ മടിച്ചെന്ത് ചെയ്തു? അതാ ദൈവത്തിന്റെ വിളി വന്നാൽ നേരെ ചൊവ്വേ കർത്താവിന്റെ കൂടെ നടന്നില്ലെങ്കിൽ അവസാനം ഒന്നുമില്ലാതെ പബ്ലിക് സീറോയിലായി. നീ നഗ്നനാകുമ്പോൾ ഒന്നുമില്ലാതെ ഉടുക്കാൻ തുണി പോലും ഇല്ലാതാകുമ്പോൾ നീ ദിവസം അടിയുറ പറയും. അതുകൊണ്ട് ഇപ്പോഴേ ഒതുങ്ങിക്കൊടുക്കുന്നതാ നല്ലത്. ഇപ്പൊ ഉള്ളതും കൂടെ പോകാതിരിക്കണമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ചിലതൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചോ. കാരണം ഇപ്പോഴുള്ളതും കൂടെ നാളെ നീ ദൈവത്തിന്റെ ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ പോയാൽ ഉള്ളതെല്ലാം പോകും. ഹല്ലേലൂയ. തന്നെത്താൻ ഏൽപ്പിച്ചു, തുണിയില്ല, നാണിച്ച് ശങ്കിച്ച് വന്നപ്പോ പുള്ളിക്ക് പത്രോസിന് യേശുവിന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് നാണം കെട്ടുപോയി. പത്രോസ് വിചാരിച്ചില്ല ഈ പത്രോസ യേശുവിനെ ദൈവപുത്രൻ എന്ന് പറഞ്ഞത്. അപ്പോഴും യേശു ഒരു വലിയ ദൂത് കൊടുത്തു, ഞാൻ നിനക്ക് ഒരു താക്കോല് തരുന്നു ഭൂമിയിൽ അഴിക്കാൻ. നീ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും, നീ അഴിക്കുന്ന സ്വർഗത്തിൽ നീ കെട്ടുന്ന സ്വർഗത്തിൽ താക്കോല് വരെ കൊടുത്ത പാർട്ടിയാ. എത്ര പ്രാവശ്യം കൈവച്ചു, എത്ര പ്രാവശ്യം ദൂത് കേട്ട് വേറെ ആർക്കും കിട്ടിയില്ല ഈ ദൂത്. ഒറ്റ ശിഷ്യന്മാർക്ക് പത്രോസിന് കിട്ടിയതുപോലെ ഈ ശുശ്രൂഷ കിട്ടിയില്ല, വെളിപ്പാട് കിട്ടിയില്ല. എല്ലാം പത്രോസിനാ കിട്ടിയത്. അപ്പൊ പിന്നെ ഇത് ഈ വെളിപ്പാടും ഈ വാഗ്ദത്വം ദൂതും കേട്ട പത്രോസ് പോയാൽ ദൈവം വിടുമോ? ഇല്ല. ഒന്നുമില്ലാതെ അവസാനം ഉടുക്കാൻ തുണി പോലും ഇല്ലാതായപ്പോ നീന്തി വെള്ളത്തിൽ കിടന്നു. വേറെ ആരോ തുണി ഇട്ട് കൊടുത്ത് കയറി കർത്താവിന്റെ കാലിൽ വീണ് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ലോകകള്ളം പിന്നെ പറയാ, പിന്നെ കൊള്ളാം, ഞാൻ സ്നേഹിക്കും. നാക്കെടുത്താ കള്ളേ പറയുള്ളൂ പുള്ളി. 3 പ്രാവശ്യവും കർത്താവ് ചോദിച്ചു. അപ്പോഴവസാനമായി കർത്താവ് നീ എല്ലാം അറിയുന്നു. കാരണം എനിക്ക് സ്നേഹിക്കാൻ ഐ ലവ് യു എന്നൊക്കെ പറയാനല്ല, എൻ്റെ അകത്തുനിന്ന് സ്നേഹമൊന്നും വരുന്നില്ല. അപ്പോഴാ കർത്താവ്, നീ മാളിക മുറി കയറ്. അപ്പോഴും നിനക്ക് നിന്നോടുള്ള സ്നേഹം മാറിയിട്ട് നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങും. ഇതുവരെ നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റാത്തത്, നിനക്ക് നിന്നോടേ സ്നേഹമുള്ളൂ. നിനക്ക് നല്ല മീൻ കഴിക്കണം, നിനക്ക് നല്ല പടക് വേണം, നിനക്ക് നല്ല വീട് വേണം. നീ നിന്നെക്കുറിച്ച് ചിന്തിച്ച് 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 ഇപ്പൊ തുടുക്കാൻ തുണി പോലും ഇല്ലാതായി. ഹല്ലേലൂയ, മനസ്സിലായോ? നീ നിന്നെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് എനിക്ക് വീട് വേണം, കാറ് വേണം, സ്ഥലം വേണം, 2 നില വീട്, പ്ലാനൊക്കെ എഴുതി എപ്പോഴും ഈ ചിന്തയിൽ നടന്ന് ഇപ്പൊ ഉടുക്കാൻ തുണി പോലും ഇല്ലാതായി. ഹല്ലേലൂയ. നീ എന്നെക്കുറിച്ച് എപ്പോ ചിന്തിക്കും? നീ മാളിക മുറി കയറുമ്പോ നിന്റെ അകത്ത് ദൈവത്തിന്റെ തീ വീഴും. നിന്റെ കള്ളം പറയുന്ന നാവിനെ തീനാവാക്കി ഞാൻ മാറ്റും.
ഈ ലോകത്തിന്റെ കാര്യങ്ങൾ കണ്ട് മോഹിക്കുന്ന നിന്റെ കണ്ണ് തീയായി മാറും. പ്രൈസ് ദി ലോർഡ്. നിന്റെ രൂപത്തെ ഞാൻ മാറ്റും. നിന്നെ കുറിച്ചുള്ള നിന്റെ ചിന്ത അവസാനിക്കുന്നിടത്ത്, ദൈവത്തെ കുറിച്ചുള്ള ചിന്ത ആരംഭിക്കുന്നിടത്ത് നിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോയ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞില്ല. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തിൽ മനുഷ്യനെ പേടിക്കാതെ, ഈ പത്രോസിന്റെ അടുക്കലാണ് 4-ാം അധ്യായത്തില് ആൾക്കാരെല്ലാം കൊണ്ടുവന്ന് എന്ത് ചെയ്തു? വസ്തു, വക, വീട്, സ്ഥലം എല്ലാം വിറ്റ് കൊണ്ടുവന്ന് എന്ത് ചെയ്തു? പത്രോസ് ഉടനെ ചാടി വീഴുന്നില്ല. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാം? മാളിക മുറിയിൽ വെച്ച് പത്രോസ് രൂപം മാറി, ആള് മാറി, എന്ത് കിട്ടുമെന്നുള്ളതെല്ലാം മാറി. പ്രൈസ് ദി ലോർഡ്. അഭിഷേകവും തീയും ഇറങ്ങിയപ്പോൾ പത്രോസ് ചപ്പന്നും ചവറന്ന് വെണ്ണി. പത്രോസിന് മനസ്സിലായി ഈ അഭിഷേകം ദൈവ സാന്നിധ്യമാണ് വലുത്. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞത്, എന്റെ കയ്യിൽ വെള്ളിയില്ല, പൊന്നില്ല, എന്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇന്ന് പകൽ ചിലത് നടക്കാൻ പോകുന്നു. ഇന്ന് വരെ നടക്കാത്തത് നിന്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ പത്രോസിനെ പോലെ നീ അഗ്നി നാവുള്ളവനായി ദൈവ സാന്നിധ്യം വഹിക്കുന്നവനായി മാറും. മനസ്സിലായോ? കാത്തിരിക്കുന്നവന്റെ മേലെ അഭിഷേകം വരുന്നത് കേട്ടോ. കാത്തിരുന്ന് ഉറങ്ങുന്നവന്റെ മേലല്ല. ഉറങ്ങി ക്ഷീണിച്ച് കോട്ടുവായിട്ടിട്ട് പോകാൻ വേണ്ടി നീ വന്നതെങ്കിൽ നീ എന്നൊന്നും പ്രാപിക്കത്തില്ല. എന്നാൽ കാത്തിരുന്ന് പ്രാപിക്കാൻ, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച് നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ തീ നിന്റെ മേൽ ഇറങ്ങി, നീ ആള് മാറി, നീ പുതിയ ചരിത്രമുള്ളവനായി മാറും. പത്രോസ് ആള് മാറിയത് നോക്ക്. പിന്നെ പുള്ളി പറയുകയാണ്, എന്നെ നേരെ ചൊവ്വയൊന്നും ക്രൂശിക്കരുത്, എന്നെ തലകീഴായി ക്രൂശിച്ചാൽ മതി. എനിക്ക് ഒരു യോഗ്യതയില്ല, യേശുവിനെ തള്ളിപ്പറഞ്ഞവനാ. ഈ പത്രോസിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. മാളിക മുറി കയറാൻ എത്ര പേർക്ക് സാധിക്കും? മാളിക മുറിക്കകത്ത് കയറാൻ സാധിക്കോ? ഈ മാസം, ഈ ഡിസംബർ മാസം മാളിക മുറിക്കകത്ത് കയറാൻ പറ്റുമോ? നീ തിന്നിട്ട് എത്ര ലോറി, എത്ര പാണ്ടി ലോറിയിൽ നീ തിന്നു. നീ തിന്ന് ഷുഗറും കൊളസ്ട്രോളും പിടിച്ച ലിവർ ഫാക്റ്റുമായി എല്ലാ രോഗങ്ങളും ചുമന്ന 2000 ഗുളികയും കഴിച്ച് നടക്കുന്ന നിനക്ക് ഇപ്പോഴും സുഖിച്ച് തിന്നിട്ട് മതിയായില്ലേ? മാളിക മുറി കയറണ്ടേ? മാളിക മുറി കയറണ്ടേ? 2023 ഡിസംബർ ഈ മാസമെങ്കിലും നിന്റെ തീറ്റി ഒന്ന് കുറച്ച്, നിന്റെ കറക്ക് ഒന്ന് അവസാനിച്ച്, നിന്റെ ലോകമോഹം ഒന്ന് നിറച്ച് വിട്ടുകളഞ്ഞിട്ട് അവിടെ പോകണം, ഇവിടെ പോലെ കണ്ടിട്ട് മതിയായില്ലേ? തിന്നിട്ട് മതിയായില്ലേ? അനുഭവിച്ചിട്ട് മതിയായില്ലേ? ചില ആൾക്കാർ കൊണ്ട് എല്ലാം ശൂന്യമാകുമ്പോൾ നിലവിളിക്കും. എന്തെങ്കിലും കൈ വന്നാൽ പിന്നെ എല്ലാം മറക്കും. അനന്യാസ സഫീറയും വസ്തു സ്ഥലം എല്ലാം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ആരാധിച്ച് വന്ന പത്രോസ് പ്രാർത്ഥിച്ച് കെട്ടഴിഞ്ഞ് വസ്തു സ്ഥലം എല്ലാം വിറ്റപ്പോൾ ഈ വസ്തു സ്ഥലമൊക്കെ വിറ്റവന്മാർ കൊണ്ടത് കാൽക്കീഴിൽ വെച്ച് കണ്ടിട്ട് അനന്യാസ സഫീറയും കൂടെ മാറിയുന്ന വേറെ ജോലിയില്ല. ഇയാളെ പിടിച്ച് തിന്ന് വിഴുങ്ങാൻ വേണ്ടി ഇരിക്കുന്നവനാ. 1 രൂപ കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ പിന്നെ കുടിച്ചിട്ടതാ പിന്നെ കണ്ടത് 5-ാം അധ്യായത്തിൽ. ദൈവത്തെയും ദൈവരാജ്യത്തെയും വഞ്ചിച്ച് ചതിച്ച് തിന്ന് കൂട്ടി ഭാര്യ പറയുന്നത് കേട്ട് ഭർത്താവ് പറയും 2 കൂടെ കൂടി ആലോചിച്ച് റെഡിയായി ചിരിച്ച് വിടുതലായി വെളിയുന്ന 5-ാം അധ്യായത്തിൽ കാണുന്ന ശവമടക്ക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നമ്മുടെ അത്യാഗ്രഹത്തിന് അറുതി വരുത്ത്. നിന്റെ അത്യാഗ്രഹത്തിന് അറുതി വരുത്ത്. നിന്റെ അത്യാഗ്രഹവും നിന്റെ ചിന്തകളും ലോകമോഹവും തിന്ന് ഹോട്ടലുകൾ തോറും കയറി ഇറങ്ങി തിന്ന് സുഖിയിലും ഒക്കെ പിന്നെ അപ്ലൈ ചെയ്ത് വീട്ടിലിരുന്ന് തിന്ന് മുടിഞ്ഞ് അവസാനം നിന്റെ അവസാനം വലുതാ വലിയ ഭയങ്കരമാകാൻ പോവുക. നിന്നെ അടക്കാൻ പോലും ആരും വരാതാവും. നിന്റെ അടക്ക ശുശ്രൂഷയ്ക്ക് പോലും ഒരുത്തരും വരാതാവും. ഇന്ന് പകല് മാനസാന്തരപ്പെടാനുള്ള സമയമാണ്. നീ മാളിക മുറിക്കകത്ത് കയറിക്കോ. ഈ മാസം 2024 നീ കയറണമെങ്കിൽ നീ മാളിക മുറിക്കകത്ത് കയറ. നീ പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നെ തന്നെ കൊടുക്ക. നീ മാനസാന്തരപ്പെട്. നീ സുബോധമുള്ളവനായി മാറ. നിന്നെ തന്നെ നീ താഴ്ത്തി ഏൽപ്പിക്ക. പത്രോസ് മാളിക മുറിക്കകത്ത് കയറിയപ്പോൾ അവന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു.
ഹല്ലേലൂയ. മഗ്ദലന മറിയ ഉള്ള സ്ഥലവും വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട്, കോടികളുണ്ട്. സുഗന്ധവ്യഞ്ജനമായിട്ട് അതിരാവിലെ 5 മണിയായപ്പോൾ 3 മണിക്ക് കല്ലറയിൽ വന്ന് യേശുവിനെ കാണാൻ വല്ല കാര്യമുണ്ടോ? അവർക്ക് വീട്ടിൽ കിടന്നാ പോരെ? വീട്ടിൽ കിടന്നാ പോരെ? അതിരാവിലെ എഴുന്നേറ്റ് യേശു മരിച്ചു കിടക്കുന്ന യേശുവിനെ കാണാൻ വരണോ? ശിഷ്യന്മാരെവിടെ? പേടിച്ച് കിടന്ന് ഉറങ്ങുക. ഉറക്കം എത്ര ഉറങ്ങിയിട്ട് മതിയായി. ഹല്ലേലൂയ. പക്ഷേ മറിയ വന്നു യേശുവിനെ. കാരണം അവിടെ ലൈഫിൽ പ്രയോറിറ്റി എന്താ? അവിടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്താ? യേശുവിനെ കാണും. കാരണം അവൾക്ക് നന്ദിയുണ്ട്. അവിടെ ലൈഫില് ഓരോന്ന് പുറകോട്ട് തെറിഞ്ഞ് നോക്കിയപ്പോൾ അവൾക്ക് നന്ദി പറഞ്ഞിട്ട് തീരുന്നില്ല. അത്രയ്ക്ക് വിടുതല അവളുടെ ലൈഫിൽ വന്നത്. അവിടെ ലൈഫില് ദൈവമാണ് പ്രയോറിറ്റി. അതുകൊണ്ട് 3 മണിക്ക് വന്നു. സുഗന്ധവ്യഞ്ജനോട് എടുത്തോണ്ട് വന്നു. മരിച്ചു കിടക്കണ കാണാൻ ബോധമുള്ളവരാരെങ്കിലും വരുമോ? ഈ സ്ത്രീക്ക് ബോധമില്ലേ? ആത്മാ നിറവിലായ ബോധം നഷ്ടപ്പെടും. അവത്ര ഫെയ്ത്ത് അവൾക്കുണ്ട്. അവൾക്കറിയാം, എന്റെ അരുമനാഥനെ കാണാൻ ഞാൻ ഇറങ്ങിയാൽ കല്ലറയ്ക്കകത്ത് നിന്ന് അവൻ എഴുന്നേറ്റ് വരും. ആ കല്ല് ഉരുട്ടി മാറ്റാൻ ദൂതൻ ഇറങ്ങും, സ്വർഗം ഇറങ്ങും. നിന്റെ വിശ്വാസം ഒരു കാന്തം പോലെ ആകണം. ദൈവത്തിനെ കാണാൻ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രയോറിറ്റി കൊടുക്കണം. നമ്മുടെ പ്രയോറിറ്റിയാണ് ഏറ്റവും വലിയ വിഷയം. 27 സങ്കീർത്തനം 4 വാക്യം പറയുന്നത് ദാവീദ് പ്രയോറിറ്റി കൊടുത്തത് ദൈവത്തിന്റെ മനോഹാരിത കാണാനാ. ഹല്ലേലൂയ. എലീശയ്ക്ക് ആവശ്യം സംഘടനയല്ല, സഭയല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. മറിയയ്ക്ക് ആവശ്യം മരിച്ച യേശുവിനെ കാണണം. പത്രോസിന് ആവശ്യം അഭിഷേകം പ്രാപിക്കണം. ഹല്ലേലൂയ. നിന്റെ പ്രയോറിറ്റി ഏതാ? അടുത്തിരിക്കുന്ന ആളിനോട് കൈ കൊടുത്ത് പ്രയോറിറ്റി ഏതാ? നിന്റെ പ്രയോറിറ്റി ഏതാ? നിന്റെ പ്രയോറിറ്റി ഏതാണ്? നീ ദൈവ സാന്നിധ്യം കാണാൻ ആഗ്രഹിക്കുന്നോ? നീ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നോ? അകത്തോട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നതെല്ലാം ഒന്നെടുത്തോ, വലിച്ചു കയറ്റ്, പുറത്തോട്ടും വിട്ടോ. 5 പൈസ കൊടുക്കാതെയാ ദൈവം തന്നത്. ഹല്ലേലൂയ. ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളിനോട് പറയാനുള്ളത്, അകത്തോടെടുത്ത ശ്വാസം വെളിയിൽ വന്നോ? ദൈവം ഉണ്ട്. ഹല്ലേലൂയ. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ നിനക്കെടുക്കാൻ പറ്റുമോ? മൂച്ച് വിടാൻ പറ്റുമാ? തമിഴിൽ ചോദിക്കും പോലെ. എന്താ മൂച്ച് പോയ എല്ലാമേ പോയി. ഹല്ലേലൂയ. നിന്റെ ബലം ഏതാണെന്ന് അറിയാമോ? ഈ ബലമാ, ഈ ശ്വാസമാണ് നിന്റെ ബലം. നീ മറക്കരുത്, നിന്റെ ബലം ഈ ശ്വാസമാണ്. നിന്റെ 80 കിലോയുള്ള ചതയല്ല നിന്റെ ബലം, കേട്ടോ? നിന്റെ ബലം നിന്റെ 80, 90, 100 കിലോയുള്ള നിന്റെ ചതയല്ല നിന്റെ ബലം. നിന്റെ ബലം നീ അകത്തോട്ടെടുക്കുന്ന ശ്വാസമാണ്, നീ പുറത്തോട്ട് വിടുന്ന ശ്വാസമാണ്. അത് തന്നത് യേശുവാണ്.